നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറൊരു സന്ദർഭത്തിലും വഹി കുറച്ച് ദിവസത്തേക്ക് നിന്നിട്ടുണ്ട്. അതൊരു 2-3 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. 2-3 ദിവസം മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെ വഹി വരാത്തായപ്പോ മുശ്രിക്കീങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ഖദ് വദ്ദഅ മുഹമ്മദൻ റബ്ബുഹു, മുഹമ്മദിനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റബ്ബൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. മുഹമ്മദിനൊന്നും ഇപ്പൊ വേണ്ട. മുഹമ്മദിനെ റബ്ബ് അവൻ പറയുന്ന അവന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദിനെ കൈയൊഴിച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ഒഴിവാക്കിയിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചക മനസ്സിൽ വേദനയുണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തിയപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹു ആയത്തിറക്കി വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇളയുച്ചയെ തന്നെയാണ് സത്യം, ദുഹാ സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ സംബന്ധിച്ച് പറയുന്നു, അതിനെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല, നിന്റെ റബ്ബ് നിന്നോട് ഈർഷ്യതയും വെറുപ്പും കാണിച്ചിട്ടില്ല. അതും ഇതും ഒന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പല ആളുകളും. വഹയി നിലച്ചതിന്റെ ശേഷം, ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന വഹയി നിലച്ചതിന്റെ ശേഷം നബിതങ്ങൾക്ക് പിന്നീട് വഹയി വരാൻ തുടങ്ങിയത് വദ്ദുഹാ വല്ലൈലി മുതൽക്കാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. രണ്ടും രണ്ട് സന്ദർഭമാണ്. ഇഖ്റ ബിസ്മി അവതരിച്ചതിന്റെ ശേഷം പിന്നീട് പ്രവാചകൻ ആദ്യം വന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി വന്ന ഇനങ്ങൾ, ഏതൊക്കെ രീതിയിൽ പ്രവാചകന് വഹയി പിന്നീട് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിവരിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്റെ വഹയിന്റെ തുടക്കം എന്തായിരുന്നു എന്നാണ് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ആ കാണുന്ന സ്വപ്നങ്ങൾ 100% പകൽ വെളിച്ചം പോലെ സത്യസന്ധമായിട്ട് പിറ്റേന്നാണ് പുലരും. ഇങ്ങനെയായിരുന്നു അവിടുത്തെ വഹയിന്റെ ആദ്യകാല തുടക്കം. ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ നില ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ കാണും, സ്വപ്നം കാണും, അത് ചെയ്ത് പ്രകടമാകും. അപ്പൊ ആദ്യം ഇങ്ങനെ സ്വപ്നങ്ങളായിരുന്നു. പിന്നെ പ്രവാചകന് വഹയി കൊടുക്കുന്ന രൂപം എന്തായിരുന്നു? മലക്കിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണൂല, ജിബ്രീലിനെ കാണൂല. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അടുക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഹൃദയത്തിലേക്ക് ചില മെസ്സേജുകൾ ഇട്ട് കൊടുക്കും. കാന യൻഫുസു ഫീ റൗഇ, എന്റെ മനസ്സിലേക്ക് അവിടുന്ന് ചിലത് ഇങ്ങനെ ഓതിത്തരും, എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുതരും. മലക്കന്നെ ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ കാണൂല, മലക്കിനെ കാണൂല. വേറെ രൂപം എങ്ങനെയായിരുന്നു? മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ് വരും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ തന്നെ പ്രവാചകന്റെ മുമ്പിലാണ് വന്നിട്ട് സന്ദേശമാണ് കൊടുക്കും. അതാണ് അവിടുന്ന് പറഞ്ഞത് വാഹിയാനൻ, ചില സന്ദർഭങ്ങളിൽ യതമസ്സലു ലിയൽ മലക്കു റജുലാ, മലക്ക് ഒരു പുരുഷവേഷം സ്വീകരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ അങ്ങ് രൂപാന്തരം പ്രാപിച്ച് പ്രത്യക്ഷപ്പെടും. ഫയുകല്ലിമുനി, എന്നിട്ട് ആ മലക്ക് എന്നോട് നേരിട്ടിങ്ങനെ സംസാരിക്കും. ഫഅഈ മാ യഖൂലു, അവിടുന്ന് പറയുന്നതൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും സഹാബിമാർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജിബ്രീലിനല്ല കാണുന്നത്, മനുഷ്യവേഷത്തെയാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ട് വന്നതും ചില ചോദ്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചതൊക്കെ വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. വന്ന് പ്രവാചകനും സഹാബത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ആർക്കും പരിചയമില്ലാത്ത ഒരാളുണ്ട് പെട്ടെന്ന് കയറി വരുന്നു. എന്താണ്? ഒരു യാത്രക്കാരന്റെ ഒരു അടയാളമൊന്നുമില്ല, എന്നാ അവർക്ക് ആർക്കും മുമ്പ് കണ്ടിട്ടില്ല. വളരെ ഫ്രഷ് ആയ ഒരാൾ, നല്ല സുന്ദരൻ, വെളുവെളുത്ത വസ്ത്രം, മുടിയൊക്കെ ഇങ്ങനെ ചീകിപ്പ കുളി കഴിഞ്ഞ് ചീകി വെച്ചതുപോലെ. യാത്രയുടെ ഒരു അടയാളം ആ വസ്ത്രത്തിലോ മുടിയിലോ ഇല്ല. വളരെ കൃത്യമായി ഒരു ചുളിവ് പോലും ആ വസ്ത്രങ്ങൾക്കില്ല. ഇപ്പൊ എന്നിട്ട് ഫ്രഷ് ആയിട്ടൊരു പുതിയ ഒരാളിൽ കയറി വരും. ആർക്കും മനസ്സിലായില്ല. കയറി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഇങ്ങനെ. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ അവിടുത്തെ കാൽമുട്ടിനോട് തന്റെ കാൽമുട്ട് ഇങ്ങനെ ചേർത്ത് കൈ രണ്ടും കാൽത്തൊടയിൽ ഇങ്ങനെ ഭവ്യതയോടെ വെച്ച് ഒരു ഉസ്താദിന്റെ മുമ്പിൽ, ഒരു ഗുരുവിന്റെ മുമ്പിൽ ഒരു ശിഷ്യനിരിക്കുന്ന സർവ്വ മര്യാദകളോടും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദേ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 5 കാര്യങ്ങൾ എണ്ണി കൊടുത്തു.
അത് പറഞ്ഞപ്പോ പറഞ്ഞു സദഖത, ഈ സത്യ പറഞ്ഞത്, സത്യ പറഞ്ഞത്. ചോദിക്കാൻ വരിക ഒരാള്, അറിയാണ്ട് ചോദിക്കാൻ വരികയാണ്. ചോദിച്ചിട്ട് മറുപടി കൊടുക്കുമ്പോ പറയാം നീ പറഞ്ഞത് സത്യമാണ്. പിന്നെന്തിനാ ചോദിക്കാൻ വന്നു? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. 6 കാര്യവും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴും പറഞ്ഞു സദഖത, കറക്റ്റാണ്, നിങ്ങളുടെ മറുപടി കറക്റ്റാണ്. മൂന്നാമത്തവൻ ചോദിച്ചു മൽ ഇഹ്സാൻ, എന്താണ് ഈ ഇഹ്സാൻ? നന്മ ചെയ്യണം, നല്ല രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടല്ലോ ഇബാദത്തുകളെ പറ്റി, എന്താ അങ്ങനെ പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹനെ ആരാധിക്കുമ്പോൾ നീ അല്ലാഹനെ കാണുമ്പോൾ ആരാധിക്കണം. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലാന്നേ ഉള്ളൂ, അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അവസാനം ചോദിച്ചു അല്ലേ അന്ത്യനാളെപ്പോഴാ, ലോകാവസാനം എപ്പോഴാ? അപ്പൊ പറഞ്ഞു ചോദിച്ചയാളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല, നിങ്ങൾക്കറിയണ വിവരം തന്നെ അതിനെപ്പറ്റി എനിക്കുള്ളൂ. ശരി, എന്നാ ഇത് അടയാളങ്ങൾ ചിലത് പറയാവോ? അപ്പൊ അന്ത്യനാളിന്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ശരി, അതൊക്കെ കഴിഞ്ഞ് ആളങ്ങോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സഹായിമാരോട്, വന്ന ആളങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും ഞങ്ങൾക്കറിയില്ല. അത് ജിബ്രീലാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട, അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ച ജിബ്രീലാണത്. എല്ലാരും പോയി നോക്കുമ്പോ എവിടെ ആളെ കാണും? പോയില്ലേ? ആളെ പിന്നെ കാണുമോ? അപ്പൊ ഇവിടെ എന്താ? അതിനോട് പണ്ഡിതന്മാര് പല കാര്യങ്ങൾ പറഞ്ഞു. അറിയണ കാര്യം തന്നെ ചോദിക്കാണ്. എന്തിനാ? ജിബ്രീലിനെ അറിയാൻ വേണ്ടിയല്ല, എല്ലാരും കേൾക്കിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ വേറുള്ളവർക്ക് വേണ്ടി ഒരു ചോദ്യം ഉണ്ടല്ലോ, എല്ലാരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ചോദിക്കുന്ന ആൾക്ക് അതിനെ പറ്റി ഇൽമുണ്ടാവും. അതാ ഇപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത്. അല്ലെങ്കിൽ അതിനർത്ഥം എന്താ? ആളെ കളിയാക്കാന്നല്ലേ പറയാം. ഒരാൾ വന്നിട്ട് ചോദ്യം എങ്ങനെ ചോദിക്കുക, ഉത്തരം എങ്ങനെ പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ അയാൾക്ക് ഇതിനെപ്പറ്റി വിവരമുണ്ട് എന്നല്ല ഇതിനർത്ഥം. അപ്പൊ ഇവിടെ എന്താ? അതാക്കും ജിബ്രീൽ, അത് ജിബ്രീലാണ് നിങ്ങളുടെ അടുക്കൽ വന്നതെന്തിനാണ്? ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിച്ചു തരാൻ വന്നതാണ്. അപ്പൊ ഒരു ചോദ്യോത്തര രൂപത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാ റസൂലുള്ള മറുപടി പറയാ, കേട്ട ആളുകൾ പഠിക്കുക. അപ്പൊ ഇവിടെ ആ വന്ന രൂപത്തെ, ആ മനുഷ്യനെ സാധാരണഗതിയിൽ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് ആരേ കാണുള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ മനസ്സിലാക്കുള്ളൂ. ജിബ്രീലിന്റെ ശബ്ദം ആയിഷ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലായിരിക്കെ വഹയി വരും. ഖദീജ ബീവി കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കാണുന്നു, ആ ശബ്ദം കേൾക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെ മനുഷ്യരൂപം പൂണ്ട അവസരത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സഹാബിമാർക്കും കാണാൻ സാധിച്ചു. അത് വഹയിന്റെ ഒരു ഇനമാണ്. വേറെ വളരെ കടുപ്പുള്ള ഒരു ഇനുണ്ട്. വഹി വരുന്ന കൂട്ടത്തിൽ ഏറെ പ്രവാചകൻ പ്രയാസം സഹിച്ചിരുന്നത് ആ രൂപത്തിൽ വരുമ്പോഴാണ് അവിടുന്ന് പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്യാനൻ യഅ്തീനി, ചില സമയത്ത് എനിക്ക് വഹി വരിക മിസ്ല സൽസലത്തിൽ ജറസ്, മണിനാദം പോലെ, ഒരു ചങ്ങല കിലുക്കം പോലെ, ഒരു ഇരുമ്പും മറ്റൊരു ഇരുമ്പോട്ട് ഇങ്ങനെ ഭേന്ന് മേടിയാലുണ്ടാകുന്ന കുലുക്കം, ഭയങ്കരമായ ഇരുമ്പും തമ്മിൽ കൂട്ടിയിടിക്കുന്ന രൂപത്തിലുള്ള ശബ്ദം. വഹുവ അശദ്ദുഹു അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹീന്റെ ഇനങ്ങളിൽ, വഹി വരുന്ന രീതികളിൽ എനിക്കേറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അങ്ങനെ ആ അവസ്ഥ എന്നിൽ നിന്നാണ്ട് വിട്ടുമാറിപ്പോകുമ്പോഴേക്ക് ഫഖദ് വഅയ്തു അൻഹു മാ ഖാൽ, എന്താണോ എന്നോട് വന്നിട്ട് പറഞ്ഞതെങ്കിൽ, പഠിപ്പിച്ചതെങ്കിൽ ഞാനത് മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിക്കും. ആ അവസരത്തിലുള്ള പ്രയാസങ്ങൾ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്, ഫകാന ജബീനുഹു യതഫസ്സദു അറഖാ ഫിൽ യൗമി ശദീദിൽ ബർദ്, നല്ല കഠിനമായ മരം കോച്ചുന്ന തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും, അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഇത്തരത്തിലുള്ള വഹി വരുന്നതെങ്കിൽ അവിടുന്ന് നെറ്റിത്തടങ്ങനെ വിയർത്തൊഴുകും. നല്ല തണുപ്പുള്ള നേരത്തെ ഈ രൂപത്തിലുള്ള വഹീന് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പൊന്നാകെ ഒഴുകുന്നത് കാണാം. വകാന വജ്ഹുഹു യതഗയ്യറു, മുഖക്കെ ഉയർന്നാകും. ആ സമയത്ത് മുഖത്തിന് തന്നെ ഒരു മാറ്റം, വല്ലാത്ത വിഷമം അവിടുന്ന് അനുഭവിക്കും. മാത്രമല്ല വജിസ്മുഹു യസ്ഖുൽ, അവിടുത്തെ ബോഡിക്ക് ഭയങ്കര വെയിറ്റ് തോന്നും, ശരീരം വല്ലാത്തൊരു ഭാരം കൂടും, അമിതമായൊരു ഭാരം ആ സമയത്ത് അവിടുത്തെ ശരീരത്തിന് തോന്നും.
എത്രത്തോളം വഹി എഴുതിയിരുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു സന്ദർഭം പറയുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, അള്ളാന്റെ റസൂലിന് ഒരിക്കൽ വഹി വരുന്ന നേരം, ആ അവസരത്തിൽ ഞാനൊരു വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ കാൽത്തൊട എന്റെ കാൽത്തൊടയുടെ മുകളിലാണ്. അങ്ങനെ കാൽ പണച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ ഇരിക്കുന്ന നേരത്തിൽ, ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് ഇതുപോലത്തെ വഹി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിൽ എന്താണ്ടായത്? ഫസഖുലത്ത് അലയ്യ, എനിക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. അവിടുത്തെ കാൽത്തൊട, അവിടുത്തെ കാല് എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കാലിന് മുമ്പില്ലാത്തൊരു വലിയ വെയിറ്റ് ആ സമയത്ത് തോന്നി. പ്രവാചകൻ ഇങ്ങനെ മുഖം മാറുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നു. എത്രത്തോളം? ഹത്താ ഖിഫ്തു അൻ തറുദ്ദ ഫഖ്ദി. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ കാലിന്റെ തൊട പൊട്ടി നുരുമ്പി തകർന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്ര വെയിറ്റ് ഇങ്ങോട്ട് വന്നു ആ അവസരത്തിൽ എന്ന് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. മാത്രല്ല, വാഹനപ്പുറത്തിരിക്കെയാണ് ഈ രൂപത്തിൽ അവിടത്തേക്ക് വഹി വരുന്നതെങ്കിൽ തബറുകു ബിഹി നാഖതുഹു, അവിടുന്ന് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ വഹീന് വരുമ്പോ ഒട്ടകമോ കുതിരയോ വാഹനമൊക്കെ എന്ത് ചെയ്യും? നേരെ കാൽമുട്ട് കുത്തിയിട്ട് ഭൂമിയിൽ അവിടെ ഇരിക്കും, വെയിറ്റ് താങ്ങാഞ്ഞിട്ട്. അങ്ങനെ ഏറ്റവും ഞാൻ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സന്ദർഭം ആ രൂപത്തിൽ എനിക്ക് വഹി വരുന്ന നേരമായിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.